എന്റെ വീടിന്റെ 1/4 കിലോമീറ്റർ അപ്പുറത്തൊരു ക്ഷേത്രമാണ്. 1/4 കിലോമീറ്റർ തൊട്ടപ്പുറത്ത് ക്ഷേത്രം. പണ്ടൊക്കെ നാടകവും ഇതൊക്കെ അന്ന് നമ്മള് ഈ ഫിത്രത്തിന്റെ കാലഘട്ടവും ജഹാലിയത്തിന്റെ കാലഘട്ടവും ഒക്കെ അല്ലേ. അപ്പൊ ഈ നാടകമൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കും. നമുക്കൊന്നും മനസ്സിലാവൂലെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ അല്ലാതെ തോന്നിക്കൊണ്ട് അവലോകത്തില് ഫസ്റ്റ് സോഫിൽ നമ്മളുണ്ടാവും. അപ്പൊ ഈ ക്ഷേത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ചെണ്ടമേളമല്ല, നാടകമല്ല, മിമിക്സ് അല്ല, അതല്ലെങ്കിൽ കൊടിയിറക്കമല്ല, കൊടിയേറ്റല്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന അന്നദാനമാണ്. അല്ലേ? അന്നദാനം ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാവും. അന്ന് കഴിക്കാൻ ഞാൻ പോയിട്ടില്ല. അപ്പോ ഈ അന്നദാനത്തില് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അവര് കളക്ഷന് വരിക, ഓരോ വീടുകളിൽ കയറി വരും. അങ്ങനെ വന്നപ്പോ എന്റെ വീട്ടിന്റെ മുമ്പിലും വന്നു. അപ്പൊ ഒരു നോട്ടീസ് തന്നു. ആ നോട്ടീസ് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോ കാണുന്നത് അവരുടെ ഒരു ശ്ലോകം അതിനകത്ത് എഴുതിയിരിക്കുക. നമ്മളിപ്പോ അസദഖത്ത് റദ്ദിൽ ബല, എല്ലാ പാട്ടപ്പിരിവ് ഈ കുടുക്ക എന്താ പറയുന്നത്, കുടുക്ക അല്ലെ, പാട്ടപ്പിരിവ്. ഈ പാട്ടയുടെ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവയ്ക്കുന്ന പോണിയില്ലേ, അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും അസദഖത്ത് റദ്ദുൽ ബല, സദക്ക വിപത്തിനെ തടയും എന്നൊക്കെ എഴുതിയിരിക്കും പോലെ ഇവരുടെ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകമാണ്. എന്താ ശ്ലോകം എന്നറിയോ? ആ ശ്ലോകമാണ് അവരുടെ ജീവിതത്തിൽ, ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിന് അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ്: ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം ഏദിനി സാഗരാന്തം ഉദയകുലവിശുദ്ധം കോടികന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഇതാണ് ആ ശ്ലോകം. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം ഏദിനി സാഗരാന്തം ഉദയകുലവിശുദ്ധം കോടികന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഗജതരംഗ സഹസ്രം, 1000 ആനകളും 1000 കുതിരകളും. കുതിരയുടെ കാര്യം പറഞ്ഞപ്പോ കുതിര പോയല്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി. 1000 ആനകളും 1000 കുതിരകളും. ഗോകുലം കോടിദാനം, 1 കോടി പശുക്കൾ. അപ്പൊ 1000 ആന, 1000 കുതിര, 1 കോടി പശുക്കൾ. എണ്ണി എത്ര ഉണ്ടെന്ന് നോക്ക്. കുതിരയൊക്കെ ഉണ്ടല്ലോ, മണക്കാട് തന്നെ കുതിരയുണ്ട് അല്ലേ, ചാവുല്ല. ആന വാങ്ങാൻ വലിയ പൈസയൊന്നുമില്ല, പശുവിനെ വാങ്ങാനും പൈസ ഒന്നുമില്ല. 1 കോടി പശുക്കൾ, 1000 ആനകൾ, 1000 കുതിരകൾ. വീട്ടിൽ പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടണം. എന്നിട്ടോ ഉദയകുല കനകരചിത പാത്രം ഏദിനി സാഗരാന്തം. കനകരചിത പാത്രം, ധാരാളം സ്വർണപാത്രങ്ങള്. മേദിനി സാഗരാന്തം, സമുദ്രത്തോളം ഭൂമി. ഭീമാപ്പള്ളിയുടെ ഈ മണലുകൾ കാണിച്ചു കൊടുത്തിട്ട്, ഈ വസ്തു കാണിച്ചു കൊടുത്തിട്ട് ഇത്ര ഏക്കർ എന്ന് പറയാ, കടല് കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്നൊരു 1 ഏക്കർ എടുത്തോളം പറഞ്ഞാൽ എങ്ങനെ അളക്കാന്? അപ്പൊ സമുദ്രത്തോളം ഭൂമി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ഭൂമി. കനകരചിത പാത്രം, ഒരുപാട് സ്വർണപാത്രങ്ങൾ. ഇത് കൂടാതെയോ ഉദയകുലവിശുദ്ധം കോടികന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രദാനം. ആരും കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത 1 കോടി പെണ്ണുങ്ങൾ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരാരാ? ലം യത്മിസുഹുന്ന ഇൻസും ഖബലഹും വലാ ജാൻ. അത് ഹൂർലിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ 1 കോടി പെണ്ണുങ്ങൾ, ആരും അവരെ തൊട്ടിട്ടില്ല, അതൊക്കെ തൊടാതെ അവർക്ക് നോക്കാം. പക്ഷെ ആരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അവർ ഉന്നത കുല ജാതരാണ്. ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രദാനം. കുലങ്ങളിൽ ജീവിക്കുന്ന 1 കോടി പെണ്ണുങ്ങൾ, 1 കോടി പശു, 1 കോടി പെണ്ണുങ്ങൾ, സമുദ്രത്തോളം ഭൂമി, ധാരാളം സ്വർണപാത്രം, 1000 ആനകൾ, 1000 കുതിരകൾ. ഇത് ഇത്രയും കൂടി ഒരാൾക്ക് കൊടുക്കുക. എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. വിശന്നിട്ടിയ വയറുമായിട്ട്
ഉച്ച സമയത്ത് കടന്നു വരുന്ന ഒരു പാവപ്പെട്ടവനൊരു വാഴയില വെട്ടിയിട്ട് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ച വെള്ളവും കുടിക്കാൻ കൊടുക്കുന്നവ കിട്ടുന്ന പ്രതിഫലത്തോളം ഈ നേരത്തെ പറഞ്ഞതിന്റെ പ്രതിഫലങ്ങൾ എത്തൂല. ഇതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ ഉള്ളത്. ഇത്രയും മഹത്വം ഉണ്ട് അവർക്ക്. വിശുദ്ധ ഇസ്ലാം എന്താ പറഞ്ഞത്? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ ഇനി പള്ളിയിലെ ചീഫ് ഇമാമാണെങ്കിലും ശരി, പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഇനി അവൻ ആരാണെങ്കിലും ശരി, അയൽവാസി പട്ടിണി കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് വയറ് നിറച്ച് മൃഷ്ടാനഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അവന് കൊടുക്കുന്ന പ്രതിഫലം നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ്. മാത്രവുമല്ല, 3 കൂട്ടർ ആളുകളെ അള്ളാഹ് അടുപ്പിക്കുകയോ അല്ലാഹു തആല നോക്കുകയോ അവരോട് കരുണ ചൊരിയുകയോ അവർക്ക് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാതെ അല്ലാഹു തആല പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിയിടപ്പെടുന്ന 3 വിഭാഗങ്ങളിൽ ഒന്ന്, കയ്യിൽ ആദ്യം മതിയായ ഭക്ഷണവും വെള്ളവും ഇരിക്കുമ്പോൾ പാവപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരനെ നിഷേധിക്കുന്നവനാണ് എന്ന് പറയുമ്പോ, സഹോദരിമാരെ കേട്ടോളി, ആരെങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ വരുമ്പോ ഓടിച്ചെന്നിട്ട് ടാപ്പ് കൂട്ടിക്കളയുക, എന്നിട്ട് പറയാ മോട്ടർ 3 ആഴ്ച കൊണ്ട് കംപ്ലൈന്റാ. അള്ളാഹു കംപ്ലൈന്റ് ആക്കി തരും, അത് മോട്ടർ ആയിരിക്കൂല. നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് സ്വർഗത്തിന്റെ 7 അയൽപ്പക്കത്തെത്താനുള്ള സ്വാതന്ത്ര്യമാണ് അള്ളാഹു നിഷേധിക്കുക. അതുകൊണ്ട് കുടിവെള്ളവും ഭക്ഷണവും നിഷേധിക്കരുത്. ഇത് ഇസ്ലാമിന്റെ സന്ദേശമാണ്. അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നമുക്ക് വരും. നരകത്തിലെങ്ങാനും വലിച്ചെറിഞ്ഞാൽ അത് ഇവിടുന്ന് മരണക്കിണറിന്ന് വീഴും പോലെ ആയിരിക്കൂല. മരണക്കിണറിന്ന് വീഴും പോലെ ആയിരിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നരകത്തിലേക്ക് വീഴുന്ന വീഴ്ചയെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആനില് അള്ളാഹു പറയുന്ന പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി, നമുക്ക് സങ്കടത്തോടു കൂടിയിട്ടല്ലാതെ കേൾക്കാൻ പറ്റില്ല. അള്ളാഹു പറയുകയാണ്, ഖുദൂ ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ ثم في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറയുകയാ, ഖുദൂഹു, അവനെ പിടിക്കടാ. അല്ലാഹുവിന്റെ കൽപ്പനയാണ് മലായിക്കത്തുകളോട്. ഏത് മലായിക്കത്തുകളാ? അലൈഹാ മലായിക്കത്തുൻ ഗിലാദുൻ ശിദാദ്. മല്ലന്മാരാണ്, കഠിന ഹൃദയരാണ്, ചിരിക്കാത്തവരാണ്, കരുണയില്ലാത്തവരാ, യാതൊരു മനസാക്ഷിയുമില്ലാത്തവരാ. അങ്ങനെയുള്ള കഠിന ഹൃദയരായ ചിരിക്കാത്ത മലായിക്കത്തുകളോട്, നരകത്തിന്റെ പാറാവുകാരായ ആ മലക്കുകളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഖുദൂ, അവനെ പിടിക്കടാ. ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ, അവനെ പിടിച്ചു കെട്ടടാ. എന്നിട്ട് സുമ്മൽ ജഹീമ സല്ലൂ, നരകത്തിലേക്ക് വലിച്ചെറിയടാ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാൻ ഫസ്ലുകൂ, എന്നിട്ട് 70,000 ചങ്ങലകൾ കൊണ്ട് വലിച്ചു വരുന്ന ആ മുഴങ്ങളുണ്ടല്ലോ, ആ 70,000 മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുവരുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക. അവനോട് അല്ലാഹു പറയുന്നു, എന്താണ് കാരണമെന്നറിയോ? അവിടെ നിസ്കാരത്തിന്റെ കാര്യം അല്ല പറഞ്ഞില്ല, അവിടെ നോമ്പിന്റെ കാര്യം അല്ല പറഞ്ഞില്ല, അവനോട് ഹജ്ജിന്റെ കാര്യം ഉംറയുടെ കാര്യം അല്ല പറഞ്ഞില്ല. ഒന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? ഇന്നഹു കാന ലാ യുമിനു ബില്ലാഹിൽ അലീം. യജമാനനായ പടച്ചവനോട് നിനക്ക് വിശ്വാസമില്ലായിരുന്നു, അല്ലാഹുവിൽ നിനക്ക് വിശ്വാസമില്ലായിരുന്നല്ലോ. മാത്രമല്ല, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിക്കാത്തവനല്ലേ. ആളുകൾ വിഷം നൊട്ടിയ വയറുമായി വരുമ്പോൾ ആരെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ തടഞ്ഞു നിർത്തിയവനല്ലേ നീ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫലൈസ ലഹുൽ യൗമ ഹനാഹുനാ ഹമീ, ഈ നരകത്തിൽ, ഈ പരലോകത്തില് ഇന്ന് നിനക്കൊരു ഉറ്റവരോ ഉടയവരോ കൂട്ടുകാരോ ജാമ്യക്കാരോ വക്കീലുമാരോ വരില്ല. വലാ തുആമും ഇല്ലാ മിൻ ഗിസ്ലീ, പെങ്ങളെ, ആളുകൾ വീട്ടിന്റെ
വീടിന്റെ മുമ്പിലെത്തി വെള്ളമെടുക്കാൻ വരുമ്പോൾ വെള്ളത്തിന്റെ ടാപ്പ് പൂട്ടുന്ന പെണ്ണുങ്ങളെ, ഭക്ഷണം എടുക്കാൻ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണമെന്ന് ഭർത്താവ് പറയുമ്പോൾ ഇല്ല, അവൾ എന്നോട് പിണങ്ങി നിൽക്കുന്നവളാണ്, കൊടുക്കേണ്ട അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് നീ ഭക്ഷണം നിഷേധിച്ചാൽ പൊന്നുമോളെ, അല്ല പറയുന്ന നാളെ പരലോകത്ത് നിനക്ക് തരുന്ന ഭക്ഷണം ഏതെന്നറിയോ? അവിടെ നിനക്കൊരാളും ഉറ്റവരായില്ല. ഇന്ന് ഭീമാപ്പള്ളി ഉറൂസിന് നീ പിടിച്ചു വന്ന നിന്റെ ഭർത്താവിന്റെ കൈയല്ലേ, നീ പിടിച്ചു വന്ന നിന്റെ ഭാര്യയുടെ കൈയല്ലേ, നിന്റെ പൊന്നുമക്കളുടെ തോളത്ത് കൈയിട്ടല്ലേ നീ കടന്നു വന്നത്? പൊന്നുമക്കളെ വാപ്പാന്റെ കൈവെള്ളയിൽ പിടിച്ചുകൊണ്ട് ഉമ്മാന്റെ കൈവെള്ളയിൽ തൂങ്ങി ഈ ഉറൂസ് കേൾക്കാൻ വേണ്ടി, വഴല് കേൾക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരികളെ, സഹോദരങ്ങളെ, നാളെ പരലോകത്ത് അല്ലാഹു നിങ്ങൾക്കൊരു ഉറ്റവരെയോ ഉടയവരെയോ ഒരു ബന്ധുക്കളെയോ ഒരു സഹായികളെയോ നിങ്ങൾക്ക് തരില്ല. അവിടെ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണമേതെന്നറിയോ? വലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലി. ആളുകളുണ്ടല്ലോ ജീവിതത്തില് പാപങ്ങൾ ചെയ്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നന്ദികേട് കാണിച്ച ധിക്കാരികളായ നന്ദികെട്ട കൗമുണ്ടല്ലോ, അവര് നരകത്തിൽ കിടന്ന് വിയർക്കുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ചോര, ശരീരത്തിന്റെ രക്തമൊലിച്ചങ്ങുമ്പോൾ, അവരുടെ ചോര ചാരിട്ടൊഴുകുമ്പോൾ, അവരുടെ ചലം പൊട്ടി ഒഴുകുമ്പോൾ, അവരുടെ വിയർപ്പുകൾ ഒഴുകി വരുമ്പോൾ അതാണ് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നതെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. പാപം ചെയ്യുന്നവരെ